എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ആ ഒരു പേജിൽ കണ്ടതുപോലെ റെയിൽവേ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് നമുക്ക് റെയിൽവേ എക്സാംസ് വിളിച്ചു തുടങ്ങിയിട്ട് കുറച്ചാളായി. ഇപ്പോൾ SSC എക്സാംസ് കറൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ എക്സാംസ് കുറേ എക്സാംസ് നമ്മൾ വിളിച്ചു. അതിലിപ്പോൾ NTPCയുടെ നോട്ടിഫിക്കേഷനും വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരുവിധമുള്ള എല്ലാ എക്സാംസിൻ്റെയും നോട്ടിഫിക്കേഷനും ഡീറ്റെയിൽസും എല്ലാം വന്നു കഴിഞ്ഞു. ഇനി എക്സാംസ് സ്റ്റാർട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് റെയിൽവേ എക്സാം ഫോക്കസ് ചെയ്തുകൊണ്ട് മാക്സിമം എന്താ പറയുക നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ ഈ വർഷം നമ്മൾ കാണുന്ന പോലെ അത്യാവശ്യം വേക്കൻസി നല്ലപോലെ ഇപ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ നോട്ടിഫിക്കേഷനായിട്ട് ഇറക്കി വേക്കൻസി കൂട്ടുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു വേക്കൻസിനെ പ്രതീക്ഷിക്കാം. ഒരു റെയിൽവേ റെയിൽവേ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് നമുക്ക് കയറാൻ പറ്റിയ ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പം എന്ന് പറയാം. കാരണം 2019 ശേഷം ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും വിളിക്കുകയാണ് എക്സാംസ്. അപ്പോൾ മാക്സിമം നല്ലപോലെ എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. എനിക്കറിയാം SSC എക്സാംസ് ഒക്കെ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ബാക്കിലാണ്. കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, റെയിൽവേയും കൂടെ പ്രിപ്പയർ ചെയ്ത് പോവാം. അപ്പോൾ നമ്മളൊരു റെയിൽവേ സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് റെയിൽവേയുടെ എല്ലാ എക്സാമിനും വേണ്ടി, മെയിനായിട്ടും JEE എക്സാമിനും NTPC എക്സാമിനും വേണ്ടി ഫോക്കസ് ചെയ്താണ് നമ്മൾ ആക്ച്വലി ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. അതായത് റെയിൽവേയുടെ JEE NTPC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സീരീസിൽ പോകുന്നത്. അല്ലെ റീസണിങ് ഞാനായിരിക്കും ഹാൻഡിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ SSCയുടെ അതേ പാറ്റേണിൽ വരുന്ന എക്സാം തന്നെയാണ് റെയിൽവേ എക്സാം എന്ന് പറയുന്നത്. പക്ഷേ ചില വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട്, അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അതിന് മുന്നേ ആയിട്ട് ഈ ഒരു സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന മാക്സിമം എന്താ പറയുക, ഏതൊക്കെ ഒരു ലെവലിലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് എന്നൊരു ഐഡിയ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഞാൻ കൂടുതലും എടുക്കുന്നത് CBT 2-ൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പോൾ NTPC സംബന്ധിച്ചുള്ള CBT 2-ലെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ 1-നേക്കാൾ കുറച്ച് ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ CBT 2-ന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താൽ CBT 1 ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, CBT 2 നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നത്. കൂടുതലും CBT 2-ൽ 2022 ലാസ്റ്റ് എക്സാം നടന്നത്, സെക്കൻഡ് ടയർ നടന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അത് റെയിൽവേക്കും NTPCക്കും JEEക്കും വന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ റെയിൽവേ സീരീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മിക്സഡ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്താണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ചില ടോപ്പിക്കുകളുടെ മിക്സഡ് ആയിട്ടുള്ള പല ഷിഫ്റ്റുകളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് അതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാക്സിമം നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം നമുക്കൊരു ബേസ് നോർമലി ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് ഈ ഒരു ഈ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്നവരാണ്, ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്ന കാര്യമാണ്. ആദ്യമായിട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ മാക്സിമം ഒരു ബേസ് നിങ്ങൾ എവിടെയെങ്കിലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാം നമ്മൾ ദിശയുടെ പ്ലാറ്റ്ഫോമിനകത്ത് ഓൾറെഡി നമ്മൾ SSCക്ക് വേണ്ടിയുള്ള എല്ലാ എക്സാമിൻ്റെയും ക്ലാസ്സുകൾ പോയി തുടങ്ങിയായിരുന്നു. അതുപോലെ തന്നെ റെയിൽവേയുടെയും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NTPCയുടെ കോഴ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി JEE സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ NTPCയുടെ കോഴ്സ് ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് മാക്സിമം ബേസ് ക്ലിയർ അല്ലാത്തവർ ദയവ് ചെയ്ത് എന്ത് ചെയ്യാം, കോഴ്സ് പർച്ചേസ് ചെയ്ത് ബേസ് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ യൂട്യൂബിലൊക്കെ ഇടുന്ന വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് വളരെ ഉപയോഗം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് അല്ല ഓഫ്ലൈൻ ക്ലാസ് ആണ് താല്പര്യമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓഫ്ലൈൻ സെൻറ്ററിൽ നമുക്ക് പോയി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ബേസ് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് ഈ വീഡിയോസ് കൊണ്ട് മാക്സിമം യൂസ്ഫുൾ ആക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരുവിധം ഐഡിയ ഒക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ സ്റ്റോറിൽ നിന്നോ നമുക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പം NTPCയുടെ കോഴ്സ് അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ റെയിൽവേ എക്സാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മെയിൻലി ഒരു SSC എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ള എക്സാം എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും SSCയുടെ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ ഇതിനകത്ത് വരുന്നില്ല. അല്ലെങ്കിൽ SSCയിൽ നിന്ന് മാറി ബാങ്ക് എക്സാമിന് ചോദിക്കുന്ന ചില ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്ന ഒരു എക്സാം ആയിട്ട് നമുക്ക് റെയിൽവേ പറയാം. ഇപ്പോൾ SSC ചില ടോപ്പിക്കുകൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്, ബാങ്കിലും ചില ടോപ്പിക്കൽസ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം ഇതിനകത്തുനിന്ന് രണ്ടിൽ നിന്നും സെലക്ട് ചെയ്തുള്ള ചില ടോപ്പിക്സുകൾക്ക് ഈ പറയുന്ന റെയിൽവേ എക്സാമിന് നമുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, കോഡിംഗ്, ഡീകോഡിംഗ്, അനലോഗി, സീരീസ്, അതുപോലെ തന്നെ നോർമലി SSC ചോദിക്കുന്ന ക്ലോക്ക്, കലണ്ടർ, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമുക്ക് റെയിൽവേ എക്സാമിന് വരും. പക്ഷേ അത് കൂടാതെ ബാങ്ക് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്ന സീറ്റിംഗ് അറേഞ്ച്മെന്റ്,
സീറ്റിംഗ് അറേഞ്ച്മെന്റ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ബാങ്ക് എക്സാമിനാണ്. പക്ഷേ SSC എക്സാമിന് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. പക്ഷേ ഒരു ബേസിക് ആയിട്ടുള്ള ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് കൂടുതലും ടയർ 2 നമ്മൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ കാണാം. അതുപോലെ പസിൽസ് എന്ന് പറയുന്ന ടോപ്പിക്, പസിൽ ബാങ്ക് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ അത് SSC എക്സാമിന് അങ്ങനെ അധികം ചോദിക്കാറില്ല. പക്ഷേ റെയിൽവേ എക്സാമിന് പസിൽസിന്റെ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റാങ്കിങ് എന്ന് പറയുന്ന ടോപ്പിക്, റാങ്കിങ് ആൻഡ് ഓർഡറിംഗ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് കൂടുതലും SSC എക്സാമിൽ നമ്മൾ കാണാറുണ്ട്, ബാങ്ക് എക്സാമിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷേ റാങ്കിങ് കൂടുതലും ബാങ്ക് എക്സാമിലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ റെയിൽവേ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുമ്പോൾ റാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻസിന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്കറിയാവുന്ന ഇൻഇക്വാളിറ്റി എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. ഓക്കെ, ഇനിക്വാളിറ്റി എന്ന് പറയുന്ന ടോപ്പിക്, ഈ ഒരു ടോപ്പിക്കും എന്താണ് ബാങ്ക് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്നത് A ഗ്രേറ്റർ ദാൻ B ഗ്രേറ്റർ ദാൻ C എന്ന ആ ഒരു ഓർഡറിൽ തന്നിട്ട് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ഓർഡറിൽ വരുന്ന ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ, അതും എന്താണ് ബാങ്ക് എക്സാമിന് കൂടുതലായിട്ട് ചോദിക്കുന്നത്. SSC അങ്ങനെ അധികം ചോദിച്ച് കാണാറില്ല. പക്ഷെ അത് റെയിൽവേ എക്സാമിന് എന്താണ്. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റുന്ന ചില ടോപ്പിക്കുകളും എന്താണ് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് SSC റെയിൽവേ എക്സാം ഏകദേശം ഒരുപോലെ ആണെങ്കിലും ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. ഇപ്പം കലണ്ടറിനെ സംബന്ധിച്ചോളം നമുക്ക് ബാങ്ക് എക്സാമിന് നമ്മൾ കലണ്ടർ എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കുന്നില്ല. പക്ഷേ അത് SSC എക്സാമിന് പഠിക്കുന്ന ടോപ്പിക്കാണ്. പക്ഷേ അത് റെയിൽവേ എക്സാമിന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഏതൊരു എക്സാമിന് പോകുമ്പോഴും നമ്മൾ ആദ്യം ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു അവലോകനം നമ്മൾ മനസ്സിലാക്കും. നമ്മളിപ്പം ഞാൻ എന്തുകൊണ്ടാണ് എല്ലാ ടോപ്പിക് ലിസ്റ്റ് ഇടാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ എല്ലാ വീഡിയോസിനകത്ത് ഞാൻ പൊതുവേ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്കകത്ത് ഞാൻ SSCയുടെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നും ബാങ്ക് എക്സാമിൻ്റെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോമൺ ആയിട്ട് നമുക്ക് എന്താണ് റെയിൽവേ എക്സാമിലേക്ക് വരുമ്പോൾ SSCയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞത്. അപ്പോൾ ഇതുപോലുള്ള ടോപ്പിക്കുകളൊന്ന് ശ്രദ്ധിച്ചേക്കണം. കാരണം SSCക്കാർ ഇതൊന്നും പ്രിപ്പയർ ചെയ്യാറില്ല, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഈ ഒരു എക്സാം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സ്ട്രാ ഒന്ന് കെയർ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, ഇനി എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ മാക്സിമം ബേസ് ക്ലാസ് കണ്ട്, അല്ലെങ്കിൽ അത് അത്യാവശ്യം ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് ഈ വീഡിയോ കാണുക. എന്താ പറയുക, വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങളായിട്ട് അത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്തിട്ട് എന്ത് ചെയ്യാം, ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഉപയോഗം കാണത്തുള്ളൂ. ലൈവ് ആണെങ്കിൽ നമുക്ക് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ലൈവല്ല, നമ്മൾ റെക്കോർഡിംഗ് ആയിട്ടാണ് പോകുന്നത്. കാരണം നമുക്ക് ഒരുപാട് വീഡിയോസ് ഇവിടെ വരാനുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും ലൈവായിട്ട് നമുക്ക് എന്താണ് എല്ലാവരും അവൈലബിൾ ആയിട്ട് വരില്ല. പലപ്പോഴും ലൈവ് വരുന്ന സമയത്ത് കുട്ടികളുടെ എണ്ണം കുറവാണ്. അപ്പോൾ ചിലർക്ക് ലൈവ് ആ സമയത്ത് കാണാൻ സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കോർഡിംഗ് ആയിട്ടാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, പെട്ടെന്ന് ആ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുക. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇനി ബേസ് ക്ലിയർ അല്ലാത്തവർ ഞാൻ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള വീഡിയോസും യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, അതൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നിങ്ങളൊരു നല്ലൊരു കോഴ്സ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. മെയിനായിട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷൻ തന്നെയാണ്. അതിൽ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം എന്തൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ച് നമുക്ക് എന്താണ് ഈ ഒരു സീരീസ് കഴിയുമ്പോഴത്തേക്കും, ഈ റെയിൽവേയുടെ ഒരു സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഒരു വീഡിയോയുടെ ഒരു സെഷൻ നമ്മൾ കഴിയുന്ന സമയത്ത്, ഈ ഒരു വീഡിയോ അല്ല, ഈ നമുക്കിനി വരാൻ പോകുന്ന എല്ലാ വീഡിയോസിൻ്റെ സെഷൻസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ടോപ്പിക്കുകളും എന്തൊക്കെയാണെന്നും എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടെന്നും ഒരു ഐഡിയ നമുക്ക് ഉണ്ടാക്കിയിടണം. അതിന് വേണ്ടിയാണ് പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകണം. ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം കോഡിംഗ് ഡീകോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് SSC എക്സാമിനായാലും റെയിൽവേ എക്സാമിനായാലും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും പൊതുവേ നമ്മൾ ലെറ്റർ കോഡിങ് നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ അറിയാം. നമ്മൾ എന്താ ചെയ്യുക, വേർഡും കോഡും നമ്മൾ കമ്പയർ ചെയ്ത് അതിൻ്റെ നമ്മൾ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് അതേ ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് തന്നിരിക്കുന്ന വേർഡിനെ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് പോസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചെയ്തിട്ട് എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ നോക്കുക. എപ്പോഴും പറയുന്നത് ഞാൻ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നതാണ്. ഇനി ഞാൻ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്വസ്റ്റ്യൻ കാണിക്കും, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞ് പോവുമായിരിക്കും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കാം നമ്മൾ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് എന്ന് വെച്ചാൽ, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെറ്റർ കോഡിങ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ തന്നിരിക്കുന്ന വേർഡും അതിൻ്റെ കോഡും ഒന്ന് എടുത്തെഴുതുക. ഓക്കെ, അപ്പോൾ 2 കോഡ് തന്നിട്ടുണ്ട്, 2 വേർഡ് തന്നിട്ടുണ്ട്, 2 ഒന്ന് എടുത്ത് എഴുതുവാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വേർഡും അതിൻ്റെ കോഡും കിട്ടുമ്പോൾ വേർഡും അതിന് നേരെ താഴെ കോഡ് എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ലെറ്റർ കോഡിങ് നമ്മൾ നോക്കുകയാണ് ചെയ്യുന്നത്. എന്ത് ലോജിക്കലാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്,
റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണോ നമ്മൾ നോക്കും അല്ലെ. അതായത് നിങ്ങൾ തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് തന്നെ റീഅറേഞ്ച് ചെയ്താണോ കോഡ് ചെയ്താണോ നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേർഡും കോഡും കമ്പയർ ചെയ്യുമ്പോൾ വേർഡിനകത്തുള്ള ലെറ്റേഴ്സ് മാത്രമേ ഇതിനകത്തുള്ളൂ. പുറത്തുനിന്ന് ഒരു ലെറ്ററും വന്നിട്ടില്ല, ഇതിനകത്തൊരു ലെറ്റർ മിസ്സായിട്ടില്ല. അപ്പം ഇതിനകത്തുള്ള ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അത് അതിൻ്റെ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ പൊസിഷൻസ് റീഅറേഞ്ച് ചെയ്തു എന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇരുന്ന R എന്ന് പറയുന്നത് തേർഡ് പൊസിഷനിലേക്ക് പോയി. ഇവിടെ സെക്കൻഡ് ഇരുന്ന E എന്ന് പറയുന്നത് ഇവിടെ നിന്ന് സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററിലേക്ക് പോയി. ഇവിടെ L ഇരുന്നു, ഇത് ബാക്കിൽ നിന്ന് ഫോർത്തിലേക്ക് പോകുന്നു. A ഇരിക്കുന്നു, A ഫസ്റ്റ് ഇടും. ഇങ്ങനെ ഡിഫറെൻ്റ് ആയ രീതിയിൽ ലെറ്റേഴ്സ് കൊണ്ട് വെച്ചിരിക്കുകയാണ്. നോർമലി നമ്മൾ ലെറ്റേഴ്സ് കൊണ്ടുപോയി ഒരു പാറ്റേൺ ഉണ്ടാവും, ആ പാറ്റേൺ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ തന്നെ കാരണം റീഅറേഞ്ച്മെന്റ് കോഡിങ്ങിൽ പലരും ചെയ്യുന്നത് നമ്പറൊക്കെ ഇട്ട് 1 2 3 4 5 എന്ന് നമ്പർ ഇട്ടിട്ട് ഇവിടെ എന്ത് ഓർഡറിലാണ് നമ്പർ വന്നതെന്നൊക്കെ നോക്കുവാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അതേ സംഭവം ഇവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ആ സംഭവം സെയിം ആവത്തില്ല. കാരണം ഇവിടെ തരുന്ന വേർഡ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 2 4 6 8 9 ലെറ്ററുള്ള ഒരു വേർഡാണ്. ഇവിടെ 2 4 6 ലെറ്ററുള്ള വേർഡാണ്. അപ്പം നമ്പർ ഓഫ് ലെറ്റേഴ്സിന് ഡിഫറെൻ്റ് ആകുമ്പോൾ ഒരിക്കലും നമ്പർ വെച്ചുള്ള രീതിയിൽ നമുക്ക് എന്താണ് പറയാൻ സാധിക്കത്തില്ല. അപ്പം മറ്റെന്തോ ഒരു ലോജിക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ NTPC Tier 2 എക്സാമുകളിലെല്ലാം ചോദിച്ച ലോജിക്കാണ്. ഒരുപാട് ഷിഫ്റ്റുകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചൊരു ലോജിക്കാണ് ഈ കാണുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതി വെച്ചിരിക്കുകയാണ് കേട്ടോ. AEILNORST. ഇവിടെ നോക്കിയേ, BEMNRU കേട്ടോ. ആ തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് പലരും ചെയ്യാൻ പറ്റാതെ പോയി വെളിയിൽ ഇറങ്ങിയപ്പോൾ എക്സാം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ അറിഞ്ഞിട്ട് അയ്യോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. പലരും ഇത് ശ്രദ്ധിക്കാണ്ട് പോയതായിരുന്നു. കാരണം അതിന് മുന്നേ അവർ ചെയ്ത് പഠിച്ചില്ല. ഞാൻ പറയുന്ന കാര്യമാണ്, ഈ ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ എപ്പോഴും നമ്മൾ ചെയ്ത് പഠിക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. അപ്പം ആ ഒരു ഒരു സ്റ്റാൻഡേർഡിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, ലോജിക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തന്നിരിക്കുന്ന നമ്മൾ മാറ്റി എഴുതുന്ന സമയത്ത് ഫസ്റ്റ് ലെറ്റർ അവിടെ ആയിരിക്കും A ആയിരിക്കും വരിക അല്ലേ. ഫസ്റ്റ് A ആയിരിക്കും. ഇവിടെ നോക്കുക, നിങ്ങൾക്ക് ആദ്യമേ രണ്ട് ഓപ്ഷൻ കളയാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞ് വരുന്നത് A കഴിഞ്ഞാൽ അടുത്ത C എടുക്കാം. C കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാ വരിക, ഡിയിലല്ലോ E എടുക്കാം അല്ലേ. ACE. അപ്പം തന്നെ നമുക്ക് നോക്കാം ACO അവിടെ വന്നിരുന്നത്. അപ്പോൾ ഇതും അല്ല. അപ്പോൾ ഇതായിരിക്കും നമുക്ക് എന്ത് ചെയ്യാം ആൻസർ. പിന്നെ ബാക്കി നോക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് മൂന്നും അല്ലെങ്കിൽ ഇത് തന്നെ ആയിരിക്കുമല്ലോ നമ്മുടെ ആൻസർ. അവിടെ വെച്ച് നമുക്ക് ഫൈനലൈസ് ചെയ്ത് എല്ലാ ലെറ്ററൊന്നും ഓർഡർ ചെയ്യണമെന്നൊന്നുമില്ല, ആൻസറിലേക്ക് ഡയറക്റ്റ് പോകാൻ പറ്റും. ഇത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ടൈം സേവ് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിനിപ്പോൾ ഫുൾ ഇവിടെ എഴുതി വെച്ചിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഓപ്ഷൻസ് എല്ലാം ക്യാൻസൽ ചെയ്ത് ഈ ഓപ്ഷൻ മാത്രമേ ഉള്ളെങ്കിൽ ഇത് തന്നെ ആയിരിക്കും ആൻസർ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അത് ഒരു കോഡിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഞാൻ ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഒരു SSC റെയിൽവേ എക്സാം എഴുതുന്ന സമയത്ത് നമുക്കൊരു മിനിമം ഒരു 4 to 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ടേബിളിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എഴുതിക്കുന്നത് കോഡിങ്ങിൻ്റെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഞാൻ ജസ്റ്റ് കോഡൊന്ന് എടുത്ത് എഴുതുവാണ്. വേർഡും കോഡും എടുത്ത് എഴുതുമ്പോഴത്തേക്കും മ്യൂസിക് എന്ന് പറയുന്നത് LTTJD എന്നായി മാറിയിരിക്കുവാണ്. ഓക്കെ, അതുപോലെ കൺസെപ്റ്റ് BNMDFQU ഇങ്ങനെയാണ് മാറിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ലെറ്റേഴ്സ് ഇവിടെ ഇപ്പം റീഅറേഞ്ച്മെന്റ് കോഡിംഗ് അല്ല, കാരണം ലെറ്റേഴ്സിന് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ലെറ്റേഴ്സ് ചേഞ്ച് ആവുന്നു? നിങ്ങൾ സിംഗിൾ ബൈ സിംഗിൾ ലെറ്റേഴ്സ് നോക്കുക, ഒരു പാറ്റേൺ അവിടെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഇപ്പം M-L നോക്കുകയാണെങ്കിൽ M-L നോക്കിയാൽ എമ്മിന് തൊട്ട് മുന്നേ ലെറ്റർ ആണ് L അല്ലേ, ഒരു -1 പൊസിഷൻ ആണ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇപ്പോൾ UT നോക്കുകയാണെങ്കിൽ UT നോക്കുമ്പോൾ എന്താണ്, ഒരു -1 പൊസിഷൻ ആണ്. അപ്പോൾ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ -1 ആണ്, ഇവിടെയും -1. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും C-1 ഓക്കെ, B ഓയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോഴത്തേക്ക് ഓക്കെ. അപ്പോൾ ആദ്യത്തെ 2 ലെറ്റർ കണ്ടപ്പോൾ തന്നെ എല്ലാം -1 ആണെന്ന് കിട്ടിയ ഉടനെ ചാടിക്കയറില്ലാരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം -1 ആണ് എന്ന് പറഞ്ഞ് അങ്ങ് ഡിസൈഡ് ചെയ്യും. ഓക്കെ, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞങ്ങ് ബാക്കിയുള്ള ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പ്രത്യേകം ശ്രദ്ധിക്കാം, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, പലപ്പോഴും ലോജിക്ക് എടുക്കുന്ന സമയത്ത് പലരും ആദ്യത്തെ 2 ലെറ്ററോ 3 ലെറ്ററോ നോക്കിയിട്ട് ഇതാണെന്ന് പറഞ്ഞ് കൺഫേം ചെയ്തു. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പകുതിക്ക് വെച്ച് ചിലപ്പോൾ അവർ എന്ത് ചെയ്യാറുണ്ട്, പാറ്റേൺ മാറ്റാറുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണം. ഇവിടെ നോക്കിയേ, ആദ്യത്തെ 2 -1, പക്ഷേ ST വരുന്ന സമയം നോക്കിയേ, S കഴിഞ്ഞ് +1 ആണ് T എന്ന് പറഞ്ഞത്. IJ +1 ആണ്. CD കണ്ടോ +1 ആണ്. അപ്പോൾ 2 ലെറ്റർ കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതെല്ലാം +1 പൊസിഷൻ മാറി വരുവാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നോക്കാം, ഇപ്പോൾ NM എടുക്കുകയാണ്. NM എന്താണ്, -1 തന്നെയാണ്. ഓക്കെ, CD ഓക്കെ, CD എടുക്കുന്ന സമയത്ത്
+1 ആണ്. കണ്ടോ, ഈ എഫ് എടുക്കുമ്പോൾ +1 ആണ്, പി ക്യു എടുക്കുമ്പോൾ +1 ആണ്, ടി യു എടുക്കുമ്പോൾ +1 ആണ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് അവർ പോയത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ 5 ലെറ്ററിൽ നമുക്കറിയാം 5ന്റെ പകുതി 2.5 ആണ്. അപ്പോൾ അതിനകത്ത് 2 ലെറ്റേഴ്സിന് അവർ എന്ത് ചെയ്യുന്നു, -1 കൊടുക്കുന്നു, ബാക്കി 3 ലെറ്റേഴ്സിന് +1 കൊടുക്കുന്നു. ഇവിടെ അപ്പോഴത്തേക്ക് 2, 4, 6, 7 ലെറ്റേഴ്സ് ഉണ്ട്. 7ന്റെ പകുതി 3.5 ആണല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു, 3 ലെറ്റേഴ്സിന് അവർ എന്ത് ചെയ്യുന്നു, -1 കൊടുക്കുന്നു, ബാക്കി എന്ത് ചെയ്യുന്നു, +1. ഏകദേശം പകുതിക്ക് വെച്ച് ഡിവൈഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സിംഗിങ് ചെയ്യുന്ന സമയത്ത് 2, 4, 6, 7 ലെറ്റേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 3 ലെറ്റേഴ്സിന് -1 ചെയ്യണം അല്ലേ. ഇവിടെ ആദ്യത്തെ 3 ലെറ്റേഴ്സിന് മൈനസും ബാക്കിയുള്ളതിനൊക്കെ എന്ത് ചെയ്യണം, +1 ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. എസ് ഇന്ന് -1 ചെയ്യണം. എസ് ഇന്ന് -1 പറ്റി 6 ആണ്. നിങ്ങൾ നോക്കാം, ഓപ്ഷൻ 3 നമുക്ക് ആദ്യമേ കളയാൻ പറ്റും, 6 ആണ്. അടുത്ത ഐ ഇന്ന് -1, ഐ ഇന്ന് -1 ആകുമ്പോഴത്തേക്ക് എന്താണ്, എച്ച് ആണ്. ഓക്കെ, RH വരുന്നതാണ്, ബാക്കി അതിൽ RH വരുന്നുണ്ട്. N എന്ന് -1 എന്ന് പറയുമ്പോഴത്തേക്ക് M ആണ്. ഓക്കെ, RHM, RH ഇതാ സെക്കൻഡ് ഓപ്ഷനുകളുണ്ട്. അവിടെ RHO ആണ്, ഇവിടെ RHM വരുന്നുണ്ട്. അടുത്ത +1 ആണ്, G ആണ്. G കഴിഞ്ഞിട്ട് ആരാ വരുന്നത്, H ആ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതാ ഫോർത്ത് ഓപ്ഷൻ കളയാൻ പറ്റും, കാരണം അവിടെ F ആണ് ഇടുന്നത്. അപ്പം തൊട്ട് മുന്നേ ഉള്ള -1 ആണ് വീണ്ടും ചെയ്ത് വെച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഈ -1 ആണെന്ന് പറഞ്ഞ് ചിന്തിച്ച് പോകുന്നവർ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻസറിലേക്കൊക്കെ ചാടിക്കയറി വീടാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 1 ആണ്. അപ്പം കോഡിങ് ഡീകോഡിങ് സമയത്ത് നമുക്ക് നോർമലി നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ ലെറ്റേഴ്സിനും ഒന്ന് ഓടിച്ച് എന്ത് ചെയ്യണം, ആ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം. പലപ്പോഴും അത് പലരും ചാടിക്കയറി തെറ്റിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാണ് ഞാൻ. അതും ഒരു കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്, നിങ്ങളൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വേർഡ് കൺസ്യൂം എന്നൊരു വേർഡ് തന്നിട്ടുണ്ട്. ലെറ്റർ കോഡിങ് എപ്പോഴും എടുത്ത് എഴുതി വെച്ച് നോക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. കൺസ്യൂം തന്നിട്ടുണ്ട്. ഇസ് റിട്ടൺ ആസ് CEMNOSU. ഓക്കെ, അതുപോലെ കമ്പൽ എന്നൊരു വേർഡ് തരുന്നുണ്ട്, CELMOP. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് റീഅറേഞ്ച്മെന്റ് കോഡിംഗ് ആണ് അല്ലേ, കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന വേർഡിലെ ലെറ്റേഴ്സ് മാത്രമേ ഈ കോഡിലുള്ളൂ. കണ്ടോ, രണ്ടിലും തന്നിരിക്കുന്ന വേർഡ് ലെറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടേബിളിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല ആക്ച്വലി. ഓക്കെ, ഇനി നോക്കാം എങ്ങനെയാണ് ഈ ലെറ്റേഴ്സിന് ചേഞ്ച് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇവിടെ സെയിം അല്ല. അപ്പം എന്തായാലും പൊസിഷൻസ് വെറുതെ ഇവിടെ നിന്ന് ഇവിടുത്തെ വെക്കുന്നു, ഇവിടെ നിന്ന് ഇവിടുന്ന് അങ്ങനെ ആയിരിക്കില്ല. ഒരു പെർട്ടിക്കുലർ ലോജിക് ഉണ്ടായിരിക്കും. ആ ലോജിക് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ സിമ്പിളാണ്. നിങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് കണ്ടുപിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ലെറ്റേഴ്സ് ചെയ്യുന്ന നോക്കിയേ, CEMNOSU ആൽഫബറ്റിക്കൽ ഓർഡറിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കിയേ, CELMOP കണ്ടോ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് എഴുതി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വളരെ സിമ്പിളായിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ലെറ്റേഴ്സിന് എടുത്ത് എഴുതി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ റീഅറേഞ്ച്മെന്റ് ലോജിക്. നമുക്ക് തന്നിരുന്ന ഇംഗ്ലീഷിനെയാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിന് കോഡ് ചെയ്യുമ്പോൾ എന്ത് വരും, ആദ്യം E തന്നെ വരും അല്ലേ. അത് കഴിഞ്ഞിട്ട് അതായിരിക്കും വരിക, H ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ H വരുന്ന ഓപ്ഷൻ ആക്ച്വലി 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 തന്നെ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, G ഉണ്ടല്ലേ, സോറി, E കഴിഞ്ഞിട്ട് G ആയിരിക്കും വരിക കേട്ടോ. ഓക്കെ, അപ്പം ഓപ്ഷൻ 2 നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ട ഓപ്ഷനാണ് അല്ലേ. ഈ G കഴിഞ്ഞിട്ട് H എടുക്കാം, H കഴിഞ്ഞിട്ട് I വരണം. അപ്പോൾ ഇത് കളയാൻ പറ്റും, ഇതും കളയാൻ പറ്റും, JK LMN. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ 3 ആയിരിക്കും ആൻസർ വരിക. ആൽഫബറ്റിക്കൽ ഓർഡറിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. EGHIJKLMNOPQRS. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓപ്ഷൻ 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഒരു കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ നമ്മളിത് സെന്റൻസ് വൈസ് കോഡിങ്, അതായത് ബാങ്ക് എക്സാമുകളിൽ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഓഫ് കോഡിംഗ് ആണ് സെന്റൻസ് വൈസ് കോഡിങ്. ഇത് SSC എക്സാമിനും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് SSC എക്സാം എന്ന് വെച്ചാൽ ഡയറക്റ്റ് ആണ് കേട്ടോ, ഭയങ്കര ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാം. ഇവിടെ ചിലപ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് റെയിൽവേ എക്സാം ആണ്. കാരണം ബാങ്ക് എക്സാമായിട്ട് കുറച്ച് സാമ്യത വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആക്ച്വലി നിങ്ങൾക്ക് സെന്റൻസ് വൈസ് കോഡിങ് ചെയ്യാൻ അറിയാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഡിംഗ് ആണ് ആക്ച്വലി സെന്റൻസ് വൈസ് കോഡിംഗ്. ലെറ്റർ കോഡിംഗ്, നമ്പർ കോഡിംഗ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, കുറച്ചും കൂടെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ എളുപ്പത്തിലുള്ളൊരു ടൈപ്പാണ് അല്ലേ. ഇവിടെ നോക്കാം, നമുക്ക് ചില സെന്റൻസുകൾ 3 സെന്റൻസ് എടുത്ത്, സീ ദെയർ ഡ്രസ്സസ് വി സീ ദെയർ പാർട്ടി. ഓക്കെ, അതൊരു TIVESU അതിൻ്റെ കോഡ് എന്തുണ്ട്, NXTI എന്ന് വെച്ചാൽ ഓരോ സെന്റൻസുകളും അതിന്റെ കോഡുകൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്താ ചോദിക്കുന്നത് നോക്കണം, വാട്ട് ഈസ് ദ പ്രോബബിൾ കോഡ്. ഈ ഒരു സെന്റൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു വാക്ക് പ്രോബബിൾ അല്ലെങ്കിൽ പോസിബിൾ അല്ലെങ്കിൽ
മേ ബി ദ കോഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. വാട്ട് മേ ബി ദ കോഡ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരു പ്രോപ്പർ ആൻസർ ആക്ച്വലി അവിടെ ഇല്ല, പക്ഷെ നമുക്കൊരു പോസിബിൾ ഉള്ള ആൻസർ അവിടെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. നോക്കാം, കോഡ് ഫോർ പാർട്ടി ഡ്രസ്സസ് ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ്. അപ്പോൾ പാർട്ടി ഡ്രസ്സസിന്റെ കോഡ് എന്തായിരിക്കും എന്നാണ് ക്വസ്റ്റിൽ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കാം, ഡ്രസ്സസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ നോക്കിയാൽ ഡ്രസ്സസ് ദാ ഇവിടെ ഉണ്ട്, ഈ സെന്റൻസിലും ഉണ്ട്, വേറെ സെന്റൻസിൽ ഡ്രസ്സസ് ഇല്ല. പക്ഷേ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ ഡ്രസ്സസ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഈ രണ്ട് സെന്റൻസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആരും നോക്കിയാൽ ഈ രണ്ട് സെന്റൻസിൽ റിപ്പീറ്റ് ചെയ്യുന്ന ആരാ നോക്കിയേ, TI അല്ലേ. അപ്പോൾ ഡ്രസ്സസിന്റെ കോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, TI ആയിരിക്കും. ഓക്കെ, അപ്പോൾ TI എന്ന സംഭവം കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് പാർട്ടിയാണ്. പാർട്ടി നിങ്ങൾ നോക്കുമ്പോൾ പാർട്ടി എന്ന് പറയുന്ന വേർഡ് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ കോഡ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കോഡുകൾ എന്താണ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അവിടെ പറ്റണം. ഇവിടെ നോക്കാം, ഇവിടെ വിയും സിയും ദേറും ഇവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. നിങ്ങൾ നോക്കുക, വിയും സി ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സെന്റൻസിൽ രണ്ട് വേർഡുകൾ റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ നോക്കുക, ഈ രണ്ട് സെന്റൻസിൽ രണ്ട് വേർഡുകൾ, ഇപ്പം ബി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, NX റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദേർ എന്ന് പറയുന്നത് ഇവിടെയും ഉണ്ട് അല്ലെ. അപ്പോൾ ദേർ ഇവിടെയുള്ള സ്ഥിതിക്ക് അവിടെ റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ആരാണ്, SU ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ റിമൈനിങ് ഉള്ള കോഡ് പാർട്ടിയുടെ കോഡ് FS. ഓക്കെ, ഇവിടെ നമുക്ക് ആക്ച്വലി പ്രോബബിളിന്റെ ആവശ്യമില്ല, കാരണം കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് പോകുന്നുണ്ട്. സാധാരണ കറക്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് ലീഡ് ചെയ്യാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്രോബബിൾ അല്ലെങ്കിൽ പോസിബിൾ കോഡ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ FST എന്ന ആൻസറിൽ വരുന്നുണ്ട്. അപ്പോൾ FST എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഓർഡർ പറഞ്ഞൊന്നും ഇല്ല, കാരണം നമുക്ക് ഓപ്ഷൻ അത് TI FS ആണുള്ളത്, അതങ്ങ് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് സെന്റൻസ് വൈസ് കോഡിംഗ് എന്ന് പറയുന്നത്. അത്യാവശ്യം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കോഡിംഗ് തന്നെയാണ് സെന്റൻസ് വൈസ് കോഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി ക്വസ്റ്റിനകത്ത് പ്രോബബിൾ എന്നാണ് ചോദിച്ചത്. ആക്ച്വലി പ്രോബബിൾ അല്ലെങ്കിൽ പോസിബിൾ കോഡ് എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ആൻസറിലേക്ക് പോകാതിരിക്കുമ്പോഴാണ് നമുക്ക് സാധാരണ വരാറ്. പക്ഷേ ഇത് കറക്റ്റായിട്ട് ആൻസറിലേക്ക് പോകുന്നുണ്ട് ക്വസ്റ്റ്യൻ എന്തായാലും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ നോക്കിയോ, വാട്ട് ഈസ് ദ കോഡ് ഫോർ കൗണ്ട് ഇൻ ദ ഗിവൺ കോഡ് ലാംഗ്വേജ് എന്നാണ് ചോദിക്കുന്നത്. കൗണ്ടിന്റെ കോഡ് എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം സെന്റൻസ് വൈസ് കോഡിംഗ് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം, ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗുഡ് ഡീഡ്സ് പേ ഉണ്ട്, പേ ഓൾ ബിൽസ് ഉണ്ട്, ഓൾ യുവർ ഡീഡ്സ് കൗണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് കൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. കൗണ്ടിന്റെ കോഡ് എന്നാ അത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക, കൗണ്ടിന്റെ കോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് കൗണ്ട് എന്ന് പറയുന്ന വേർഡ് റിപ്പീറ്റ് ചെയ്യുന്ന നമ്മൾ നോക്കും. പക്ഷേ കൗണ്ട് എന്ന് പറയുന്ന വേർഡ് എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബാക്കിയുള്ള വേർഡുകൾ, ഈ സെന്റൻസിലെ ബാക്കിയുള്ള വേർഡുകൾ റിപ്പീറ്റ് ചെയ്യുന്ന നോക്കാം. നിങ്ങൾ നോക്കുക, ഇവിടെ ഓൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ഓൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡീഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഈ രണ്ട് സെന്റൻസിലെ ഡീഡ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ യുവർ എന്ത് ചെയ്യുന്നു, റിപ്പീറ്റ് ചെയ്യുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സെന്റൻസിലെ കോഡിലെ രണ്ട് കോഡുകൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, രണ്ട് കോഡുകൾ റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നുണ്ട്. അതിലേതോ ഒരു കോഡാണ് കൗണ്ടിന്റെ കോഡ് എന്ന് പറയാനേ പറ്റുള്ളൂ. റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്ന കോഡ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാം, അതിലേതോ ഒരു കോഡാണ് കൗണ്ടിന്റെ കോഡ് എന്ന് മാത്രമേ നിങ്ങൾക്ക് അവിടെ പറയാൻ സാധിക്കുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കാം, ഓളും ഡീഡ്സും ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാരൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എവിടെയായിട്ട് ഓഡ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ TR എന്ത് ചെയ്യുന്നുണ്ട്, എവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം റിമൈനിങ് ഉള്ളത് SN ഉം UM ആണ്. അപ്പം കൗണ്ടിന്റെ കോഡ് എന്ന് പറയുന്നത് എയ്തർ SN ഓർ UM എന്നായിരിക്കും. ഓക്കെ, കൗണ്ട് അവസാനം കിടക്കുന്നു പറഞ്ഞിട്ട് UM എന്ന് എടുത്ത് കളയരുത്. എയ്തർ SN ഓർ UM എന്നായിരിക്കും നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ cannot be determined ആയിട്ട് എടുക്കുക. ഇവിടെ ഇപ്പം എയ്തർ SN ഓർ UM ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യുക, അതായിരിക്കും സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്താണ് വരാറുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു റാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചോദിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു റാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇവിടെ കാണുന്നത്, ഒന്ന് നോക്കിയേ. റാങ്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കൂടുതലും ബാങ്ക് എക്സാമിനാണ് സാധാരണ ചോദിച്ച് കാണാറ്. പക്ഷേ ഇവിടെ റെയിൽവേ എക്സാമിന് നമുക്ക് എന്താണ് റാങ്കിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഒന്ന് നോക്കാം. Okay, എടാ നോക്കേ, in a class each student scored a different rank. Aman's rank is 11th from the top and Nikhil's rank is 13th from the bottom. Only 3 students ranked between Aman and Nikhil. If the total number of students is an odd number divisible by 3, ഇതാണ് അവിടുത്തെ പോയിന്റ്, divisible by 3. Okay, how many students are there in the total in the class? Okay, ഇത് നമ്മൾ റാങ്കിങ്ങിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാരണം രണ്ട് പേരുടെ രണ്ട് സൈഡിൽ നിന്നുള്ള റാങ്കും ഇൻ ബിറ്റ്വീനും പറയുമ്പോൾ നമുക്ക് ഇക്വേഷനും ഉണ്ട്, നമുക്ക് എന്താണ് ലൈൻ ഡയഗ്രാം വരയ്ക്കും. ഞാനിപ്പോൾ ലൈൻ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എനിക്ക് രണ്ട് രീതിയിൽ ലൈൻ ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഇവിടെ പറയുന്നത്
അമൻസ് റാങ്ക് ഈസ് 11th ഫ്രം ദ ടോപ്പ്. അപ്പം അമൻ ഇവിടെ വരാം, 11th ഫ്രം ദി ടോപ്പ്. അതുപോലെ നിഖിൽ ഈസ് 13th ഫ്രം ദ ബോട്ടം. നിഖിൽ 13th ഫ്രം ദ ബോട്ടം. ഇതിങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെയും വരയ്ക്കാം. അതായത് നിഖിൽ ഇവിടെയും അമൻ ഇവിടെയും വരുന്ന രീതി വരയ്ക്കാം. അതായത് നിഖിൽ എന്ന് പറയുന്നത് 13th ഫ്രം ദ ബോട്ടം, അമൻ എന്ന് പറയുന്നത് ടോപ്പിൽ നിന്ന് 11th. ഇൻ ബിറ്റ്വീൻ 3, അത് ഇവിടെയും 3 തന്നെയാണ്. കണ്ടോ, രണ്ട് രീതിയിൽ നിങ്ങൾക്ക് അറേഞ്ച്മെന്റ് വരും. ഓക്കെ, നമ്മൾ നോൺ ഓവർലാപ്പിംഗ് എന്നും ഓവർലാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ രണ്ട് ആൻസർ ആക്ച്വലി വരും. ടോട്ടൽ എടുക്കുമ്പോൾ രണ്ട് ആൻസർ വരും. രണ്ട് ആൻസറിൽ ഏതാണ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നൊരു ഓഡ് നമ്പർ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇവിടെ ഞാൻ നോക്കുവാണെങ്കിൽ എങ്ങനെ നോക്കാം? ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ 11 പേര്, അതായത് അമൻ വരെ 11. അപ്പോൾ അമന് മുകളിലേക്ക് 10 ആൾക്കാരുണ്ടായിരിക്കും. ആ 10 പേരിൽ പെടുന്നതാണ് ഈ 3 പേരും ഈ പറഞ്ഞ നിഖിൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം 4 പേര് നമ്മൾ ഒഴിവാക്കിയാൽ ബാക്കി 6 പേര് നിഖിലിന് മുകളിലേക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നിഖില് ബോട്ടം 13 എന്ന് പറഞ്ഞാൽ നിഖിലിന് ശേഷം 12 പേരുണ്ടായിരിക്കും. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ 12 പേര് പെടുന്നതാണ് ഈ 3 പേരും അമനും 4 പേര്. ആ 4 പേര് നിങ്ങൾ മാറ്റുമ്പോൾ ബാക്കി എത്ര വരും? 8 പേര്. കണ്ടോ, 8 പേര് താഴെ ഉണ്ടായിരിക്കും. ഇനി ടോട്ടൽ ഒന്ന് കൂട്ടി നോക്കിയേ. നമ്മൾ ടോട്ടൽ എടുപ്പം 8ഉം 6ഉം 14, 14 3ഉം 17, പിന്നെ ഇവർ രണ്ടുപേരും എത്രയാ? 19. 19 എന്നൊരു ടോട്ടൽ നമുക്ക് വരാം. പക്ഷേ നമുക്ക് പറഞ്ഞ ഓഡ് നമ്പർ ആണ്, പക്ഷേ ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 19 ആൻസർ പെടുത്തില്ലല്ലോ. ഓക്കെ, ഇനി ഇവിടെ നോക്കുക. ഇവിടെ കുറച്ച് എളുപ്പമാണ്, കാരണം അമൻ ടോപ്പിൽ നിന്ന് 11th റാങ്ക് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ 11 പേരുണ്ടായിരിക്കും, അല്ലേ? അതുപോലെ നിഖിൽ എന്ന് പറയുന്ന ആൾ താഴ്ന്ന് 13 ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ 13 ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ഇടയിൽ എത്ര പേരുണ്ടായിരിക്കും? 3 പേരുണ്ടായിരിക്കും. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 13, 16, 11, 27 കിട്ടും. ഇവിടുത്തെ ടോട്ടൽ 27 കിട്ടും. അത് 3 കൊണ്ട് ഡിവൈസിബിൾ ആണല്ലോ. ഇതായിരിക്കും നമ്മുടെ ആൻസർ. കണ്ടോ, ആൻസർ 27 ആൻസർ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഡ് നമ്പർ വിച്ച് ഡസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 എന്ന് പറഞ്ഞ് ചോദിക്കാം. അങ്ങനെയാണ് നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? 19 ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് പോസിബിലിറ്റി ഉണ്ട്, അത് രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം റാങ്കിങ്ങിന്റെ കേസ് നമ്മൾ എടുത്ത് പറയുന്ന ഒരു